നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധം 57 ദിവസം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ മുഴുവൻ അമേരിക്കൻ ജനതയെയും ഭയത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു പെൻറ്റഗൺ റിപ്പോർട്ട്, ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതാ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൻ പ്രകാരം അമേരിക്കയുടെ അത്യാധുനികമായ ആയുധശേഖരം ഓരോന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും സൈനിക ശേഷിയിൽ ഒന്നാമത് എന്നുള്ള സ്ഥാനം ഒരുപക്ഷെ അതിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള സാധ്യതയും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. മാത്രമല്ല, ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികളുമായുള്ള ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റുമുട്ടലുകൾക്കായി അമേരിക്ക കരുതി വച്ചിരുന്ന ആയുധങ്ങളാണ് യാതൊരു പ്രകോപനവുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം തുടങ്ങിവെച്ച യുദ്ധത്തിനു വേണ്ടി ട്രംപ് എടുത്ത് തലങ്ങും വിലങ്ങും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആയുധശേഖരം വളരെ കമ്മിയായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യാവസ്ഥയാണ് ഇപ്പോൾ പെൻറ്റഗൺ പുറത്തുവിട്ടത്. മാത്രമല്ല, ഇതിന്മേലുള്ള ഒരു ആശങ്കയും പെൻറ്റഗൺ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇറാനിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഈ സൈനിക നീക്കം അമേരിക്കയുടെ ആയുധശേഖരത്തെയും യുദ്ധശേഷിയെയും ഗുരുതരമായി ബാധിക്കുന്നതായിട്ടാണ് പെൻറ്റഗന്റെ റിപ്പോർട്ട്. ഫെബ്രുവരി 28 ആരംഭിച്ച കടുത്ത പോരാട്ടത്തിൽ അത്യാധുനിക മിസൈലുകൾ വ്യാപകമായി ഉപയോഗിച്ചത് അമേരിക്കൻ ആയുധപ്പുരകളിൽ വലിയ കുറവുണ്ടാക്കിയതായി പെൻറ്റഗൺ വിലയിരുത്തുന്നു. ഭാവിയിലേക്ക് കരുതി വച്ചിരുന്ന ആയുധങ്ങൾ ഇറാനിൽ പ്രയോഗിക്കേണ്ടി വന്നപ്പോൾ ഇത് അമേരിക്കയുടെ ദീർഘകാല സൈനിക സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയും ഈ റിപ്പോർട്ട് ഉയർത്തുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചൈനയുമായുള്ള യുദ്ധം ലക്ഷ്യമിട്ട് നിർമ്മിച്ച 1100 JASS MER ക്രൂയിസ് മിസൈലുകൾ ഇതിനകം തന്നെ അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞു. നിലവിൽ US ശേഖരത്തിൽ 1500 എണ്ണം മാത്രമാണ് ഈ മിസൈൽ ശേഷിക്കുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ 1000-ലധികം ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളും വിക്ഷേപിച്ചു. ഒരു വർഷം അമേരിക്ക വാങ്ങുന്നതിനേക്കാൾ 10 ഇരട്ടി അധികമാണിത്. ഒരു ടോമഹോക്ക് മിസൈലിന് ഏകദേശം $3.6 ദശലക്ഷം, അതായത് 34 കോടി രൂപ ചെലവ് വരുന്നുണ്ട്. $4 ദശലക്ഷം, അതായത് 37.6 കോടി രൂപ വിലയുള്ള 1200 പാട്രിയറ്റ് ഇൻ്റർസെപ്റ്റർ മിസൈലുകളും ഇതിനകം ഉപയോഗിച്ചു. ഇത് 2025 അമേരിക്ക ഉൽപ്പാദിപ്പിച്ച ആകെ യൂണിറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം വർദ്ധിച്ചു വരുന്ന ചെലവും സൈനിക സമ്മർദ്ദവും അതിനേക്കാൾ ഭയാനകമാണ്. യുദ്ധത്തിനായുള്ള സാമ്പത്തിക ബാധ്യത താങ്ങാവുന്നതിലും അപ്പുറമാണ്. അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് ഇതുവരെ ഏകദേശം $28 ബില്യൺ മുതൽ $35 ബില്യൺ വരെ ചെലവായതാണ് കണക്ക്. അതായത് 2.6 ലക്ഷം കോടി രൂപ മുതൽ 3.3 ലക്ഷം കോടി രൂപ വരെയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രതിദിനം 9424 കോടി രൂപയോളം അമേരിക്ക ഈ യുദ്ധത്തിനായി ചെലവഴിക്കുന്നു. യുദ്ധത്തിൻ്റെ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം $5.6 ബില്യൺ ആയുധങ്ങൾ പ്രയോഗിച്ചു. 38 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ 13,000-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി പെൻറ്റഗൺ വ്യക്തമാക്കി. പല ലക്ഷ്യങ്ങളും തകർക്കാൻ ഒന്നിലധികം തവണ ആക്രമണം നടത്തേണ്ടി വന്നതിനാൽ യഥാർത്ഥ ആയുധ ഉപയോഗം ഇതിലും കൂടുതലാകാമെന്നാണ് അമേരിക്കൻ വിശകലന വിദഗ്ധർ തന്നെ പറയുന്നത്. US നേവി സീൽ ടീം നടത്തിയ ഒരു രക്ഷാദൗത്യത്തിനിടെ സാങ്കേതികവിദ്യ ഇറാൻ്റെ കൈകളിൽ എത്താതിരിക്കാൻ 2 MC-130 കാർഗോ വിമാനങ്ങളും 3 MH-6 ഹെലികോപ്റ്ററുകളും അമേരിക്കയ്ക്ക് തന്നെ നശിപ്പിക്കേണ്ടി വന്നു. 2591 കോടി രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ മാത്രമുണ്ടായത്. മാത്രമല്ല, ഇത് ഇറാൻ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക പ്രയോഗിച്ച ആയുധങ്ങൾ നിരവധിയാണ്. അത്യാധുനിക ആയുധങ്ങൾ JASS MER എന്ന ശത്രുക്കളുടെ കണ്ണിൽ പ്പെടാതെ ആക്രമണം നടത്താൻ കഴിയുന്ന സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ 1100 എണ്ണമാണ് ഉപയോഗിച്ചത്. കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന 1000-ലധികം ദീർഘദൂര ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ഹൈമാർസ് വഴി വിക്ഷേപിക്കുന്ന പുതിയ തലമുറ ഗ്രൗണ്ട് മിസൈലുകൾ ഈ യുദ്ധത്തിൽ പരീക്ഷിച്ചു. പാട്രിയറ്റ് ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ PSC-3 ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ ഉപയോഗിച്ചത് 1200-ലധികം മിസൈലുകളാണ്. വലിയ അളവിൽ ഉപയോഗിച്ച ഹ്രസ്വ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അറ്റാക്കംസ് അത് ധാരാളമാണ് ഉപയോഗിച്ചത്.
ഇതുകൂടാതെ ദക്ഷിണ കൊറിയയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ അമേരിക്കയുടെ THAAD അതുപയോഗിച്ചിട്ടുണ്ട്. നശിപ്പിച്ച വിമാനങ്ങൾ സാങ്കേതികവിദ്യ ചോരാതിരിക്കാൻ തകർത്ത 2 MC-130 വിമാനങ്ങളും 3 MH-6 ഹെലികോപ്റ്ററുകളും. ഇറാൻ യുദ്ധത്തിനായി മറ്റ് മേഖലകളിൽ നിന്നുള്ള ആയുധങ്ങൾ മാറ്റിയത് അമേരിക്കയുടെ ആഗോള സൈനിക സ്വാധീനം കുറച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. യൂറോപ്പിലെ ആയുധശേഖരം കുറഞ്ഞത് റഷ്യക്കെതിരെയുള്ള നാറ്റോയുടെ പ്രതിരോധത്തെയും ബാധിച്ചേക്കാം. പസഫിക് മേഖലയിൽ നിന്ന് വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയത് ചൈനയ്ക്കെതിരെയുള്ള ജാഗ്രതയെ ബാധിച്ചു. ദക്ഷിണ കൊറിയയിലെ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റിയത് ഉത്തര കൊറിയയിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നതിലും ആശങ്കയുണ്ടാക്കുന്നു. ഉപയോഗിച്ച ആയുധങ്ങൾ വീണ്ടും നിർമ്മിച്ചെടുക്കാൻ വർഷങ്ങൾ എടുത്തേക്കുമെന്ന് സെനറ്റർ ജാക്ക് റീഡ് മുന്നറിയിപ്പ് നൽകി. ലോക്ഹീഡ് മാർട്ടിൻ പോലുള്ള കമ്പനികളുമായി കരാറുണ്ടെങ്കിലും ഫണ്ട് അനുവദിക്കുന്നതിലെ കാലതാമസം ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. അത്യാധുനിക ആയുധങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം വേഗത്തിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകൾ പോലെയുള്ള കുറഞ്ഞ ചെലവുള്ള ആയുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന വാദവും ഉയരുന്നുണ്ട്. അമേരിക്കൻ സൈന്യം ഏതു ദൗത്യത്തിനും സജ്ജമാണെന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുമ്പോഴും നിർണായകമായ ആയുധങ്ങളുടെ കുറവ് വരും കാലങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയായേക്കാം എന്നാണ് പെന്റഗന്റെ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇറാനിലെ എണ്ണ ശേഖരം ഇസ്രയേൽ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, കച്ചവടക്കാരായ ട്രംപിന് ഇറാനിലെ വെനിസ്വേലയിലെ എണ്ണ അത് അവിടുത്തെ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവിടുത്തെ എണ്ണ സ്വന്തമാക്കിയതുപോലെ ഇറാനിലും ഒരു പാവ സർക്കാരിനെ ഇരുത്തി അവിടുത്തെ എണ്ണയുടെ മുഴുവൻ വിതരണ ചുമതലയും നിർമ്മാണ ചുമതലയും എല്ലാം ഏറ്റെടുത്ത് എണ്ണ ലോകമാകെ വിൽക്കാമെന്നും എണ്ണയുടെ മുതലാളിയായിട്ടിരിക്കാമെന്നുള്ള ട്രംപിൻ്റെ അതിമോഹം കൊണ്ട് എടുത്തു ചാടിയതാണ് ഈ യുദ്ധം. ഇപ്പോൾ ഇതിൽ നിന്നും തടി ഊരാനും വയ്യ. ട്രംപ് ഉദ്ദേശിച്ചതൊന്നും നടന്നുമില്ല. എന്നാൽ ഇത്രയേറെ കോടികളുടെ നഷ്ടം ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. ഇന്നലെ തന്നെ ഇന്ത്യയും ചൈനയും പറഞ്ഞ രൂക്ഷമായ വാക്കുകൾ നമുക്കറിയാം. ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും ചൈനക്കാരനും സഹിക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഗർഭിണികളെയും തൊഴിലന്വേഷകരെയും എല്ലാവരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അധിക്ഷേപ രീതി, വംശീയ അധിക്ഷേപമാണ് ട്രംപ് നടത്തിയത്. ഇതിനെല്ലാം കാരണം ട്രംപിൻ്റെ മനോനില തന്നെ തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ്. കാരണം യുദ്ധം ജയിക്കാതെ തിരിച്ചവിടെ ചെന്ന് കയറാനും വയ്യ, ഇറങ്ങിയും പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ് ട്രംപ്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിനങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ അറിയാൻ കഴിയും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.